അങ്ങനെ ഉമ്മ വെച്ചു കൊടുത്ത അടുത്ത സെക്കൻഡ് അവളാണ് പേടിച്ചിട്ട് ഇവൻ എന്തോ കാണിക്കുന്ന ചോദിക്കുമ്പോൾ അവൻ എന്തോ പറയണമെന്ന് അറിയാതെ കരഞ്ഞു നിന്റെ കണ്ണൊക്കെ വേനെടുക്കുമായിരിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ചെയ്തത്. അല്ല, എനിക്ക് പെട്ടെന്ന് ദാഹിച്ചപ്പം നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്നില്ല, അത് ഞാൻ കുടിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നേ. സോറി ഞാൻ എന്തോ ആലോചിച്ചത് എനിക്കൊരു ഓർമ്മയില്ല, പ്ലീസ് നിന്നെ ക്ഷമിച്ചേക്ക്, ഞാൻ നിന്നെ സമാനപ്പെടുത്താൻ വിചാരിച്ചെന്നേ ഉള്ളു എന്നിന് ഇവന് കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോൾ അവളാണ് ആദ്യം മിണ്ടാതിരുന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നാണിച്ചിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനാണ് നിനക്കപ്പ സങ്കടമില്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടാന്ന് ഇവൻ ചോദിക്കുമ്പോൾ അവൾ ഇവിടുന്ന് പേടിച്ചിട്ട് ഇവന് മിണ്ടാതെ ഇവിടുന്ന് പോയിക്കോളാൻ പറയും. അപ്പോഴാണ് അവനും ഇതാ നമ്മുടെ ഫസ്റ്റ് എക്സ് എന്ന് പറയുമ്പോൾ അവൾ അപ്പം തന്നെ പേടിപ്പിച്ച് അവന് വീട്ടിലേക്ക് പറഞ്ഞേക്കും. അതുകൊണ്ട് പാവം ബെഡ്ഷീറ്റ് പോലും എടുക്കാതായിരിക്കും അവൻ വീട്ടിലേക്ക് ഓടി പോകുന്നത്. എന്നിട്ട് സ്കൂളിലേക്ക് വന്നിട്ട് ഇവളും അവളുടെ ഫ്രണ്ട്സിനോട് അറിയുമ്പോഴാണ് അവരാണ് സച്ച് റൊമാൻറ്റിക് ബോയ് എന്ന് പറഞ്ഞ് ഇവർ റൊമാൻസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം അവൾക്കാണ് ഇതൊക്കെ കേട്ട് ചമ്മലെടുത്തേ ഉള്ളു. അതുകൊണ്ട് അവളും ഇവളുടെ ഫ്രണ്ട്സിനെയൊക്കെ മിണ്ടായിരിക്കാൻ പറയും. എന്നിട്ട് ഇവളുടെ ഫ്രണ്ട്സ് ആണ് എങ്കിൽ പിന്നെ അവൻ അങ്ങനെ കണ്ണി കിസ് ചെയ്തപ്പോ ഇവളെങ്ങനെ ഫീൽ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ആ സമയത്ത് ഇവൾക്ക് ആശ്വാസമായെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് മിറയും എങ്കിൽ പിന്നെ രണ്ടുപേർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഇപ്പൊ തന്നെ ചേരാൻ പറയും. അതിനേശ് ഇവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഗീജനാണ് ഇവൾക്ക് മെസ്സേജ് അയച്ച് ഇവളുടെ റെസ്പോൺസിബിലിറ്റി അവൻ ഏറ്റെടുത്തോളം പറയും. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇവൾ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് അവളാണ് ഇത്ര വലിയ റെസ്റ്റോറന്റ് എന്തിനാ ഇവള് വിളിച്ചെടുത്തേം ചെയ്യിക്കും. അപ്പോഴാണ് അവനും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് പറഞ്ഞ പോലെ ഇവർ കിസ് ചെയ്ത സംഭവം ഇനി ഇവന്റെ റെസ്പോൺസിബിലിറ്റി ആന്ന് പറയും. അത് കേട്ട് അവളാണ് പേടിച്ചിട്ട് എടാ നീ ഇങ്ങനെ കിസ് എന്നൊന്നും പറയണ്ട, ഇനി തൊട്ട് ആ സംഭവം എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നിന് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ഓക്കെ നിനക്കതാഗ്രഹമെങ്കിൽ ഞാനും ആ സംഭവം ഇനി തൊട്ട് പറയാം, എങ്കിൽ പിന്നെ ഇന്നലെ നമ്മൾ തമ്മിൽ ഒരു സംഭവം നടന്നില്ലേ എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫാണ് എന്തോ അവിടെ ഇവർ സംസാരിക്കുന്ന പറഞ്ഞിട്ട് അവൻ നൈസിന് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവളും ദേഷ്യത്തി എടാ നീ ഇങ്ങനെയൊന്ന് വിളിച്ചു പോവല്ലേ, ഇങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് പോവുക എന്നിന് അവള് നാണം കെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവനാണ് ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞ് അവളുടെ പുറകെ ചെന്ന് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവൾ അടുത്തേക്ക് വന്നിട്ട് എടാ എന്തോ റെസ്പോൺസിബിലിറ്റി ആടാ, നമ്മൾ തമ്മിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലേ, ഞാൻ കരയുന്നുണ്ട്, നീ എന്നെ ആശ്വാസപ്പെടുത്തിയെന്നേ ഉള്ളു, ഒരു ഫ്രണ്ടായിട്ട് നീ അങ്ങനെ ചെയ്തെന്നേ ഉള്ളു എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും എന്നാലും ഞാൻ ഈ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോളാം, കാരണം എനിക്ക് കുറ്റബോധമുണ്ട്, നിന്റെ അവകാശമില്ല ഞാൻ അങ്ങനെ ചെയ്തോണ്ട് എന്നിന് അവൻ വീണ്ടും അതിനെ കുറിച്ച് സംസാരിക്കാൻ വരുമ്പം ഇവളാണ് നാണിച്ചിട്ട് വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. ഈ ഭ്രാന്തിന് എന്തോ കുഴപ്പം, ഇവന് വട്ടായെന്നാ തോന്നുന്നു എന്നിന് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവൾക്ക് അവിടുത്തെ കണ്ണാടിക്കകത്തും അവൻ കിസ് ചെയ്തൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോഴാണ് അവനിങ്ങനെ സ്വപ്നത്തെ അടുത്തേക്ക് വിളിക്കുമ്പം ഇവളിവിടെ മൊത്തത്തിൽ പേടിച്ചു പോകും. എന്നിട്ട് ഇവളും വീട്ടിലേക്ക് വന്ന് അമ്മയെ കാണുമെന്ന് പറഞ്ഞ് കുറച്ച് പേടിച്ചിരിക്കുമ്പം ഇവളുടെ അമ്മയാണ് ഇവൾക്ക് വേണ്ടി വാതിൽ തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇന്നലെ എന്തിനാണ് അമ്മയോട് ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞ് അവളിപ്പോ ചോദ്യം ചെയ്യുമ്പം ഇത് കേട്ട് അവളാണ് തിരിച്ചൊന്നും പറയത്തില്ല. അപ്പോഴാണ് അവളുടെ അമ്മയും ഇന്നലെ കുറെ സംസാരിച്ചില്ല, ഇപ്പൊ ഒന്നും നിനക്കൊന്നും പറയില്ല എന്നിട്ട് ഇവളുടെ അമ്മയും ചോദിക്കുമ്പോഴാണ് എനിക്ക് ബഹുമാനം തന്നാലും ഞാൻ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവള് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനേശ് ഇവിടെ സുൻഹയെ കാണിക്കുമ്പോഴാണ് അവനാണ് ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോൾ ഗീറിനെ പ്രേമിച്ച ആലോചിച്ച് നോക്കും. അങ്ങനെ ആ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയിലെ ഹീറോയെ കാണിക്കുമ്പോഴാണ് ഇവൾക്ക് ഇങ്ങനത്തെ പയ്യനെ ഇഷ്ടമെന്ന് അവിടുത്തെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് സുൻഹയാണ് ഇങ്ങനത്തെ ബ്രൗൺ മുടി ഇട്ടവന്മാരാണോ ഇവൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ് അവൻ ടാബിനകത്തൊക്കെ സ്വയം ഇങ്ങനെ വരച്ചു നോക്കി അതേപോലെ ഹെയർ കട്ട് ചെയ്യാൻ ഇവനെ തീരുമാനിക്കും. ഇതേ സമയം അവിടേക്ക് വരുന്ന ഗീറിനാണ് ഇവളെന്തിനാ ഇപ്പൊ കാണാൻ വിളിച്ചെന്ന് പറഞ്ഞ് ഇവ രണ്ടും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ആ കഥയിലെ ഹീറോയെ പോലെ തന്നെ ഇവളുടെ ഫ്രണ്ട് വന്ന് നിൽക്കും. അതോടെ ഇവളാണ് മൊത്തത്തിൽ അവന്റെ സൗന്ദര്യത്തിൽ വീണുപോയി എന്റെ ഹീറോ റിയൽ ആയിട്ട് ഇപ്പൊ നേരിട്ടെന്ന് പറഞ്ഞ് അവന്റെ ലുക്കി വീണു. അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഇവനും അവളുടെ ഒരു ഹീറോ എന്നിന് അവൾ ഓർത്ത് സങ്കടത്തിരിക്കുമ്പം അതേസമയം അവളും സുൻഹോ മിലിറ്ററി പോകാൻ പോകണമെന്ന് പറഞ്ഞ് അവൾ അതിനെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവളാണ് പെട്ടെന്ന് അവനോട് ദേഷ്യപ്പെട്ടിട്ട് ആ മാങ്ങത്തലയപ്പോ എന്നെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞത് മിലിറ്ററി പോകാനൊക്കെ തീരുമാനിച്ചിട്ടാണ്, കൊള്ളാടാ സുൻഹോ കൊള്ളാം, എന്നെ പ്രൊപ്പോസ് സെറ്റ് ആക്കിയിട്ട് നീ 2 വർഷം ഒറ്റയ്ക്കാക്കിട്ട് പോകാനാണ് തീരുമാനിച്ചത് എന്നിന് അവനെ തെറി വിളിച്ചോണ്ടിരിക്കും. അതിനേശ് ഇവരുടെ ഡ്രോയിങ് ക്ലബ്ബിൽ അടുത്തായിട്ട് റെഡ് കളർ കോസ്റ്റ്യൂം എല്ലാവരും ഇട്ടോണ്ട് വരണമെന്ന ചൂസ് ചെയ്തേക്കുന്നത്. അതേസമയം ഊയിനാണ് ഇവളുടെ റെഡ് കളർ ഡ്രസ് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോണ്ട് അവൾ ജസ്റ്റ് ഒരു ബോയ് ഇട്ടോണ്ട് അടുത്ത ദിവസം അവിടെ ചെല്ലും. പക്ഷെ ഇവൾക്കാണ് പേടിയുണ്ട് ആ കിസ്സിനെ കുറിച്ചൊക്കെ അവൻ എല്ലാവരോടും പറയുമെന്ന്. അതുകൊണ്ട് അവള് പതിയെ പേടിച്ച് ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോഴാണ് അവനാണ് ഗിത്താറും പിടിച്ചോണ്ട് ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും പറഞ്ഞ് അവിടുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഇതോടെ ഇവള് മൊത്തത്തിൽ പേടിച്ച് ഈ പ്രാന്തിനെ കൊണ്ട് ഞാൻ തോറ്റെന്ന് പറഞ്ഞ് അവൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മറ്റേ മെമ്പേഴ്സ് അവിടേക്ക് വന്നിട്ട് ഈ തലയിട്ടേക്കുന്ന റെഡ് ബോ മാത്രം പോരെന്ന് പറഞ്ഞ് ഇവൾക്ക് വേണ്ടി വേറെ ഡ്രസ്സ് എടുത്ത് കൊടുക്കും. പക്ഷെ അവളാണ് ഇടണോ വേണ്ടെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ഇതിട്ടില്ലെങ്കിൽ നീ ക്ലബ്ബിൽ നിന്ന് പോയിക്കോന്ന് പറഞ്ഞ് അവളെ പേടിപ്പിച്ചതും അവസാനം ഊയിനും അവളുടെ ഡ്രസ്സ് എടുത്തങ്ങിടും. അതിനേശ് ഇവർ ഊയിനെ വിളിച്ചോണ്ട് റൂമിലേക്ക് വരുമ്പോഴാണ് അവളാണ് വരത്തിലെന്ന് പുറത്തേക്ക് നിന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവര് ഫോഴ്സ് ചെയ്ത് അവൾ അകത്തേക്ക് വിളിച്ചെടുത്തുമ്പോൾ പെട്ടെന്ന് അവളാണ് ബാലൻസ് ഇല്ലാതെ ഗീജോനെ ചെന്ന് ഹഗ് ചെയ്യും. അത് കണ്ട് അവർ രണ്ടുപേരും കൂടെ ഇവരിപ്പോ എന്തോ കാണിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഗീജനും ഊയിനും കൂടെ ടെൻഷനായിട്ട് ഞങ്ങളും ചെയ്തില്ലെന്ന് പറഞ്ഞ് അവർ രണ്ട് ഷൈ ആയിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ബ്ലാക്ക് ഫിംഗർ ആണ് ഇവർ തമ്മിൽ ഫസ്റ്റ് കിസ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് പിടിയിട്ടും. അതിനേശ് പുറത്തേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ നീ എന്തിനു ഓവർ ആക്ട് ചെയ്തെന്ന് പറഞ്ഞ് അവരുടെ തർക്കിച്ചുകൊണ്ടിരിക്കും. അതിനേശ് ഊയിനും ഇവൻ എന്നത്തെയും പോലെ നോർമലായിട്ടിരിക്കാൻ പറയുമ്പം അവനാണ് പതി അടുത്തേക്ക് വന്നിട്ട് നമ്മൾ തമ്മിൽ നടന്ന സംഭവം ഞാൻ
ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഇനി മരിക്കുന്നവരെ പറയത്തില്ലെന്ന് ഇവൻ പറയുമ്പോഴാണ് ഇത് കേട്ട് അവള് മേടിച്ചിട്ട് എടാ ആ സംഭവം നീ പറയണ്ട, നീ മിണ്ടാതങ്ങ് ഇരുന്നാ മതി എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഊയൻ ഇന്ന് ഈ കളർ നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാ, നിനക്കറിയോ എന്നിന് അവനിങ്ങനെ പതി അടുത്തേക്ക് വരുമ്പം ഇവളാണ് അവിടെ സുൻഹയും ബാക്കിലേ വരുന്നുണ്ട് ഇവനെ പിടിച്ചങ്ങ് തള്ളിയിടും. ഇതേ സമയം ഡ്രോയിങ് ക്ലബ്ബിൽ ഗീറി മാത്രം വന്ന് കാണത്തില്ല. അപ്പോഴാണ് സുൻഹയും ഇവ മിലിറ്ററി പോകുന്ന കാര്യമൊക്കെ അവരോടൊക്കെ പറയുമ്പം അവർക്കെല്ലാം മനസ്സിലാവും ഇന്ന് ഗീറും വരാത്ത ഈ ഒരു കാരണം കൊണ്ടാണ്. അങ്ങനെ ഇവനെ ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എന്നിന് ഈ കാര്യത്തിനെ കുറിച്ച് ബ്ലാക്ക് ഫിംഗർ കണ്ടുപിടിക്കുമ്പോൾ മറ്റവരൊക്കെയാണ് ഇതൊക്കെ എങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദിക്കും. അപ്പോഴാണ് അവളും എന്റെ ഫസ്റ്റ് ലവ് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കുമ്പോൾ ഗീജനാണ് നീയും അപ്പൊ മിലിറ്ററിയിലായിരുന്നു എന്ന് പറഞ്ഞ് അവനവിടെ നിന്ന് മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം സുൻഹോ പുറത്ത് ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്. ബ്ലാക്ക് ഫിംഗർ ആണ് അടുത്തേക്ക് വന്നിട്ട് ഇവളങ്ങനെ പറഞ്ഞത് ഇവനെല്ലാം വിഷമമുണ്ടാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവൻ ഗീറിനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി അവളാണ് അതിനോർത്തൊന്നും പേടിക്കണ്ട, ഗീറിന് നിന്നെ ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പെട്ടെന്ന് തന്നെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയും. അങ്ങനെ ഇവര് ഫ്രണ്ട്സ് ആയിട്ട് ഇത്രയും ദിവസം ഇരുന്നോണ്ട ഇവർക്കത് മനസ്സിലാവാത്ത ഇപ്പൊ ഇവന് മിലിറ്ററി പോകുന്ന പറഞ്ഞുകൊണ്ട് അവൾക്കത് പതിയെ മനസ്സിലായി തുടങ്ങുന്ന പറയുമ്പോൾ ഇവനാണ് അങ്ങനെ നടക്കുവാണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ടിരിക്കും. എന്നിട്ട് ഇവരെല്ലാരും കൂടെ പടം വരയ്ക്കുന്ന മുമ്പേ തന്നെ അവരവരുടെ കളറിന്റെ പേര് പറഞ്ഞ് അവരെ കാണാൻ അടിപൊളി എന്നൊക്കെ തന്നെ പൊക്കി പറയുമ്പം ഇവിടെ ഊയിനാണ് പേടിച്ചിരിക്കും ഇവരെ പോലെ തന്നെ അവളെ പൊക്കി പറഞ്ഞിങ്ങനെ പാട്ടൊക്കെ പാടണമെന്ന്. അങ്ങനെ ഗീജോന്റെ ചാൻസ് വന്ന് അവനാണ് എന്നെ കാണാൻ ഹാൻഡ്സം അടിപൊളി എന്നൊക്കെ ലിസ്റ്റ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പം അവരെല്ലാരും കൂടെ നിന്റെ വർത്തമാനമൊക്കെ മതി എന്ന് പറഞ്ഞ് അടുത്തായിട്ട് ബേബി ബ്ലൂ ആന്ന് പറഞ്ഞ് ഹൂയിനെ പാട്ടാടാൻ വേണ്ടി പറയും. അതോടെ അവളും മൊത്തം ടെൻഷനായി ഞാൻ എന്തുവാ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവളോട് മൊത്തം സൈലന്റ് ആയിട്ടിരിക്കുമ്പം ഇവരെല്ലാരും കൂടെ അവളെ ചുറ്റിയിട്ട് നല്ല സൗണ്ടി പാടുന്ന് പറഞ്ഞ് അവർക്കിങ്ങനെ നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഗീജനും നിന്നെ കാണാൻ ക്യൂട്ടാ സ്മാർട്ടാ ഇങ്ങനെ കോരെന്നൊക്കെ പറ എന്നിന് അവൾക്ക് വരെ അവൻ പാടുമ്പം ഇവരൊക്കെ ഇവൾക്ക് സംസാരിക്കാൻ വയ്യ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോകാൻ പറയും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് ഇല്ല ഞാൻ പാടാം എന്നിന് അവൾ എനിക്ക് പഠിക്കാനറിയാം ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞ് അവളുടെ ഓരോ പോസിറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. അതോടെ ഇവലെ സന്തോഷത്തി നമ്മുടെ ഊയിൻ മൊത്തത്തിൽ പെർഫെക്റ്റ് ആന്ന് പറഞ്ഞ് അവരൊക്കെ ഇവൾ എൻകറേജ് ചെയ്യും. അങ്ങനെ ആദ്യമായിട്ട് ഊയിൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതിനുശേഷം അവളിങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുമ്പം സുൻഹയാണ് ഇവളുടെ ധൈര്യമൊക്കെ ഇപ്പൊ കൂടിക്കൂടി വരാന്ന് പറഞ്ഞ് ഇവളെ ഇവിടെ വിളിച്ചോണ്ടെന്നത് അവന് സന്തോഷമുള്ളെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും അന്നെന്തിനാ ഇവളെ മാത്രം സ്പെഷ്യലായിട്ട് ക്ലബ്ബിൽ ചേരാൻ വേണ്ടി വിളിച്ചാൻ ചോദിക്കുമ്പം ഇവനും പറയും അന്ന് ഇവളെ കാണുമ്പോൾ അവന്റെ സ്കൂളിൽ പഠിക്കുന്ന അവനെ തന്നെ ഓർമ്മ വന്നിരുന്നു. കാരണം ഇവനും ആരോട് സംസാരിക്കാൻ ധൈര്യമില്ലാതിരുന്ന അതുകൊണ്ട് ഇവനൊന്ന് മാറ്റം പോലെ ഇവൾക്ക് മാറണമെന്ന് പറഞ്ഞ് അവളെ മാത്രം ഈ ക്ലബ്ബിലേക്ക് വിളിച്ച. അങ്ങനെ ഈ കാര്യം അവനിപ്പോ പറഞ്ഞു കൊടുക്കുമ്പോൾ അവളാണ് നീ എന്നെ പോലെ സംസാരിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് അവൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവനാണ് ഞാൻ പറഞ്ഞ സത്യം എന്ന് പറഞ്ഞ് അവൻ ഇവളെ പോലെ തന്നെയാന്ന് അറിയും. അപ്പോഴാണ് അവിടെ ഗീറിനും വന്നിട്ട് ഇന്ന് ഊയിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാന്ന് പറഞ്ഞ് അവള് പതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഇവനെ കണ്ട് മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആകും. അപ്പോഴാണ് ഊയനും ഇവരെങ്കിൽ പിന്നെ സംസാരിക്കട്ടെന്ന് പറഞ്ഞ് അവൾ നൈസിനകത്തേക്ക് കയറിച്ചില്ലും. അതേസമയം അകത്ത് ഓരോരുത്തരും ചുമ്മാ സെൽഫി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ബ്ലാക്ക് ഫിംഗറിന് ഇഷ്ടപ്പെടുന്ന കാക്കി എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഇവൾക്ക് വേണേ ഫോട്ടോ എടുത്തു തരാന്ന് പറഞ്ഞ് അവളുടെ ഫോൺ വാങ്ങിക്കും. പക്ഷെ ഇവന്റെ ആ ഫോൺ തറയുന്ന പൊട്ടിയ ഉടനെ അവനാകെ പേടിച്ചിട്ട് ഇതിന്റെ പൈസയൊക്കെ അവൻ തരാന്ന് പറയും. അപ്പോഴാണ് അവളും പഠിക്കുന്നവൻ നിനക്ക് അവിടെ നിന്ന് പൈസ എന്ന് പറഞ്ഞ് അവൾക്ക് എന്റെ ആവശ്യമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവൻ കുറച്ച് വിഷമിച്ചിട്ട് എന്റെയിലും പൈസ ഉണ്ട്, കൂടാതെ ഞാൻ കൊച്ചു പയ്യനൊന്നുമില്ല, ഇത് ഞാൻ പൊട്ടിച്ച സ്ഥിതിക്ക് ഞാൻ തന്നെ നിനക്ക് വാങ്ങിച്ചു തരും എന്നിന് അവനും പറഞ്ഞ് വിഷമത്തി അവിടെ നിന്ന് പോകും. കാരണം ഇവൻ ഇവളെ ഇഷ്ടപ്പെടുവാണ്. പക്ഷെ ബ്ലാക്ക് ഫിംഗറിന്റെ ഏജ് ഇവനെക്കാളും കൂടുതലാ. അതേസമയം ഇവിടെ ഗീറിനാണ് സുൻഹയെ വിളിച്ചോണ്ട് പുറത്തേക്ക് ചെന്നിട്ട് അവൾക്ക് തീരുമാനം എടുക്കാൻ കുറച്ച് സമയം കൂടെ വേണമെന്ന് പറയും. കാരണം ഇവന് ഇഷ്ടമാണോ അല്ലെന്ന് അവൾക്ക് ഇതൊരു ഉറപ്പായില്ല. അപ്പോഴാണ് ഇതേക്കുന്ന അവനും എങ്കിൽ പിന്നെ ഇവൾക്ക് എത്ര സമയം വേണം ചോദിക്കും. കാരണം അവന് മിലിറ്ററി പോകാൻ അധിക സമയമില്ലെന്ന് പറയും. ഒരു ഇവൾക്ക് ഇവളുടെ മനസ്സ് കണ്ടുപിടിക്കാൻ ഒത്തിരി സമയം എടുക്കുവാണ് എങ്കിൽ പിന്നെ ഇവൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇനി തൊട്ട് ഇവനെ കുറിച്ച് ആലോചിക്കണമെന്ന് പറയും. അങ്ങനെ നീ എനിക്ക് സൗന്ദര്യം എന്ന് വിചാരിച്ചോ, ഞാൻ ആരും ഹെൽപ്പ് ചെയ്യാത്ത ഒരു ദുഷ്ടനെന്ന് വിചാരിച്ചോ, എന്നെ കണ്ടാൽ തന്നെ നീ വെറുത്തോ, ഇതേ എനിക്ക് പറയുള്ളൂ എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പം ഇത് കേട്ട് ഇവളാണ് ഇവനെന്തോ ഭ്രാന്തായെന്ന് പറഞ്ഞ് അവൾക്കൊന്നും പിടികിട്ടത്തില്ല. അതിനുശേഷം ഇവിടെ പടമൊക്കെ വെച്ചിട്ട് ഇവര് വീട്ടിൽ പോയിരിക്കുമ്പോഴാണ് ഗീജനാണ് ഇവനൊരു കാര്യം ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് ചുമ്മാ മുമ്പത്തെ പോലെ അനാവശ്യം ഒന്ന് വിളിച്ചു പോലെന്ന് പറഞ്ഞിരിക്കുമ്പം ഇവനാണ് ആ കണ്ണി ചെയ്ത ആ സംഭവത്തിന് ശേഷം ഇവനോട് ഇഷ്ടമുണ്ടോ ഇല്ലോ എന്ന് ഇവൾക്ക് ഇതുവരെ മനസ്സിലായാലും ചോദിക്കും. ഇത് കേട്ട് അവളും ദേഷ്യത്തി വീണ്ടും അനാവശ്യമില്ല പറയുന്നതെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുമ്പം അവൻ ഇത് കേട്ടിട്ട് അനാവശ്യം, ഇതെങ്ങനെ അനാവശ്യം, സോറി ഞാൻ നിന്നെ വിഷമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ ആദ്യമായിട്ടാ ഒരാളെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല എന്നിന് ഇവൻ പറയുമ്പോഴാണ് ഇത് കേട്ട് അവളാണ് ആദ്യമായിട്ടാണോ ഇവനെപ്പോ ഒരാളെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അത് വെറും കള്ളായിരിക്കും എന്ന് പറഞ്ഞ് ഇവൾക്ക് വിശ്വാസം വരായിരിക്കുമ്പം ഇത് കേട്ട് അവനാണ് കള്ളോ, ഞാനിത് നിന്നോട് കള്ളം പറയണം, എന്റെ ആദ്യത്തെ ലവ് നീയാ എന്നിന് അവനും പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പം ഇവളാണ് ശരി എനിക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞ് അവനെ സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് അവനും ഊയിൻ നീ സോയാബീൻ ഉണ്ടാക്കുന്നത് ബീൻസിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും, പക്ഷെ നീ എന്തോ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്ത എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും സോയാബീൻ ഉണ്ടാക്കുന്ന ബീൻസിൽ തന്നെയാന്ന് പറയും. അപ്പോഴാണ് അവനും ബീൻസോ, അപ്പൊ ഞാൻ പറഞ്ഞ തന്നെ കറക്റ്റ് ആയിരുന്നു എന്നിന് അവരുടെ അവളും ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഊയിന്റെ അനിയനും സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് അവന്റെ കൂട്ടുകാരൻ തന്ന സോക്സ് ഒക്കെ ഇടണോ വേണ്ടെന്ന്
എന്ന് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവിടെ സ്കൂളിൽ വെച്ചാണ് അവനെ മറ്റേ പയ്യന്മാരൊക്കെ പേടിപ്പിക്കും ഇവനെ കൊണ്ടൊന്നും അനിയന്റെ ഫ്രണ്ട് ആകാൻ പറ്റത്തില്ലെന്ന്. അപ്പോഴാണ് അവനെ വിഷമിച്ചിട്ട് അതെന്തുകൊണ്ടാ എനിക്ക് അവന്റെ കൂടെ ഫ്രണ്ട് ആയിക്കോടാ എന്ന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവന്മാരും ഇല്ലടാ നിന്നെ പോലെ മൂക്കള് ചീറ്റയൊക്കെ ആരാടാ ഫ്രണ്ട് ആക്കുന്നത്, നിന്റെ സോക്സ് ഒക്കെ അവൻ അപ്പം തന്നെ എടുത്ത് കളഞ്ഞാണ് എന്ന് ഇവന്മാർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അനിയനും ക്ലാസ്സിലേക്ക് നടന്നു വന്നത്. അപ്പോഴാണ് ഇവന്മാരും എടാ അവന്റെ സോക്സ് ഇവനെ കാണിച്ചു വിടറാ അപ്പോഴെങ്കിലും ഇവന് വിശ്വാസം വരട്ടെ എന്ന് അവന്മാരൊക്കെ അനിയന്റെ ഷൂ പിടിച്ച് മാറ്റുമ്പോഴാണ് ഇവന്റെ സോക്സ് ഇട്ടിട്ടില്ലെന്നറിഞ്ഞ് അവരൊക്കെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അതേസമയം ബൊങ്കുവാണ് എല്ലാരും കൂടെ കൂട്ടത്തോടെ ഇങ്ങനെ ചെയ്യുവാണ് അവരൊക്കെ മോശമായിട്ടുള്ള ആൾക്കാരാന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അനിയനെ വെറുതെ വിടാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവന്മാരും നിന്റെ സോക്സ് അവ ഇട്ടില്ലെങ്കിലും നീ എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് ഇവന്മാരൊക്കെ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അനിയനും നിങ്ങൾക്ക് വിശ്വാസം പറഞ്ഞ് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ സോക്സ് ഊരി കാണിച്ചിട്ട് ഇവന്റെ കൂട്ടുകാരെ വാങ്ങിച്ചെന്ന് ആ സോക്സ് ഇപ്പൊ കാണിക്കും. അതോടെ അവനാണ് സന്തോഷത്തി എന്റെ കൂട്ടുകാരാന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇങ്ങനെ ഓടിച്ചില്ലും. അപ്പോഴാണ് അവൻ പറഞ്ഞിട്ട് നീ തന്ന സോക്സ് ഇട്ടെന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആവത്തില്ല മോനെ, കാരണം എനിക്ക് പഠിക്കണം എന്നിട്ട് അവനും പറയുമ്പം അവൻ അതൊന്നും കേൾക്കാതെ ഇവനെ കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ ഊയിനാണ് ക്ലാസ് കഴിഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവൾ അവിടെ വെച്ച് ഇവളെ റാഗ് ചെയ്ത മറ്റേ 3 പെമ്പിള്ളേരെ കണ്ടുകിട്ടും. അതോടെ ഊയിനാണ് പേടിച്ച് അവളുടെ ഫ്രണ്ട്സിന്റെ പുറകിനെ മറിഞ്ഞിരിക്കുമ്പോഴാണ് അവനാണ് എന്തോ പ്രശ്നം ചോദിക്കും. പക്ഷെ ഊയിനാണ് ഒന്നും പറയാതെ ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളുടെ ഫ്രണ്ട്സും ഇവളോട് ചോദിച്ച് കാര്യമൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അവരാണ് കട്ട ദേഷ്യത്തി അവളുമാരെ അടിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഊയിനാണ് തടഞ്ഞിട്ട് അതൊന്നും വേണ്ടെന്ന് പറയുമ്പോഴാണ് ഇവിടെ മിറയാണ് ഞങ്ങളോട് ഈ സത്യം മുമ്പേ എന്താ പറയായിരുന്നു പറഞ്ഞ് അവൾക്കാണ് കരച്ചിൽ വരും. അതേപോലെ തന്നെ സെറയ്ക്കും ഈ കാര്യം മുമ്പേ പറയാത്ത എന്തിനാന്ന് പറഞ്ഞ് ഇവർ രണ്ടും കൂടെ ചോദിക്കുമ്പോഴാണ് ഹൂയിനാണ് ഇവളിങ്ങനെ പേടിക്കുന്നുണ്ട് ഇവർക്ക് ഇവളോട് ഫ്രണ്ട്സ് ആകണ്ടെന്നൊക്കെ ആലോചിക്കുന്ന ഇവളോർത്ത് പേടിച്ചെന്നറിയും. അപ്പോഴാണ് അത് കേട്ട് അവർ രണ്ടുപേരും കൂടെ എടി നീ ഞങ്ങൾ എന്തോ വിചാരിച്ചേ ഇതിനാണോ ഫ്രണ്ട്സ് ഇവിടെ ഉള്ളത് എന്നിനെ മിറയും കരഞ്ഞോണ്ട് സോറി എന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും പരസ്പരം സോറി പറഞ്ഞോണ്ടിരിക്കുമ്പം ഇത് കാണുന്ന സെറയാണ് എല്ലാരും കൂടെ നമ്മൾ നോക്കുന്ന ഗൈസ് എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരും മിണ്ടായിരിക്കാൻ പറയും. ഹൈനേഷ് ഇവിടെ ഗീറിനെ കാണിക്കുമ്പോഴാണ് അവള് വീട്ടിൽ ഇരുന്നിട്ട് ഈ സുൻഹ എന്തിനാ അവസാനം അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ എന്തോ 8ന്റെ പണി എനിക്ക് തരാൻ വേണ്ടിയ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞ് അവള് സുൻഹോ എന്ന് പറഞ്ഞ് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെയൊക്കെ അനിയനാണ് മതിയടി മതി നിന്റെ സുൻഹോ സമാധാനത്തിൽ നീ ബാത്റൂം പോകാൻ സമ്മതിക്കത്തില്ല ഇപ്പൊ തന്നെ ഞാൻ സുൻഹോയെ വിളിക്കാൻ പോവാ എന്ന് ഇവൻ പേടിപ്പിക്കുമ്പോഴാണ് അവളും എടാ നീ വിളിക്കുവാണ് നിന്റെ കൊച്ചിലത്തെ ഒന്നിനും കൊള്ളാത്ത ഫോട്ടോയൊക്കെ ഞാൻ ഊയിന് അയച്ചു കൊടുക്കണം എന്ന് ഇവ രണ്ടുപേരും പരസ്പരം ബ്ലാക്ക് മെയിൽ ചെയ്യും. അതിനുശേഷം ഗീറിനും സുൻഹയ്ക്ക് വേണ്ടി കോളേജിന്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും അവിടെ ഒരു പെങ്കൊച്ചിനോടും പയ്യനോടൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ പഠിക്കാൻ വരാന്ന് പറഞ്ഞ് അവൻ ചിരിച്ചിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇത് കണ്ടിട്ട് ഇവളാണ് ഇവന്റെ സ്മൈൽ എന്നെ അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞ് അവളും വിചാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾക്ക് പിടികിട്ടുന്ന സത്യത്തെ അവസാനമായിട്ട് ഇവനെ ഇഷ്ടപ്പെടേണ്ടെന്നും ഇവനെ കുറിച്ച് ആലോചിക്കേണ്ടെന്നും പറഞ്ഞെല്ലാം അവനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ വേണ്ടിയാണെന്ന്. കാരണം ഇവളുടെ സ്വഭാവം അങ്ങനെ ഇവളെ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞ അവൾ അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവനെ ഇഷ്ടമല്ലെന്ന് ഇവളെ ചിന്തിക്കാൻ പറഞ്ഞ് ഇപ്പൊ ഇവളുടെ മൈൻഡ് ഫുള്ളും സുൻഹേക്കാണ് കിടിലാന്നും അവൻ പൊളിയാന്നൊക്കെയാ ഇവളുടെ മനസ്സിൽ തോന്നുന്നത്. അതുകൊണ്ട് അതോർത്ത് ഇവളാണ് ദേഷ്യത്തിരിക്കുമ്പം സുൻഹയാണ് ഇവളെ നോക്കി ഒരു ചിരി ചിരിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവള് ലൈബ്രറിയിൽ ചെന്ന് ഇവനെ കുറിച്ച് ഇന്ന് വിചാരിക്കത്തില്ലെന്ന് അവന്റെ അടുത്ത് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ സുൻഹയാണ് പഠിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പതി ഇവൾ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ഇവനെ കാണാൻ സുന്ദരനാന്ന് ഞാൻ വിചാരിക്കണം ഷടാ അതിനൊന്നും ചാൻസ് ഇല്ല എന്നിന് അവളിങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ട് പതി അവന് നോക്കുമ്പോഴാണ് അവന്റെ സൗന്ദര്യത്തെ മൊത്തത്തിൽ അങ്ങ് വീണു. അതുകൊണ്ട് അവളും ഇവനെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് അവളോട് തന്നെ വഴക്കുറഞ്ഞോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുൻഹയാണ് എന്നെ കുറിച്ച് ആലോചിക്കണമെന്നല്ലേ പറഞ്ഞ് ഇപ്പൊ എന്തോ മോള് ചെയ്യുന്നത് എന്നിന് അവന്റെ സൗണ്ട് കേട്ട് ഇവള് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അന്ന് വൈകിട്ട് തന്നെ ഇവിടെ ഗീജോ മോഡലിംഗ് ചെല്ലുമ്പോഴാണ് ഇവൻ വിയർത്തിരിക്കുന്നുണ്ട് മറ്റേ ഏറുമാനം ഞാൻ തുടച്ചതെന്ന് പറഞ്ഞ് അവന്റെ കൂടെ അടുക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവൾ അവോയ്ഡ് ചെയ്യുമ്പം ഏറും ഇവൻ എങ്ങനെയൊക്കെ വളച്ചെടുക്കണമെങ്കിൽ അത് ഇവന് ഊയും തമ്മിലുള്ള ബന്ധത്തിന് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് അവൾ അപ്പത്തന്നെ ഊയിനെ പുറത്തേക്ക് കാണാൻ വിളിക്കും. അങ്ങനെ ഇവരാദ്യം കണ്ട സ്ഥലത്ത് വെച്ച് തന്നെ ഇപ്പൊ സംസാരിക്കുമ്പോഴാണ് ഊയിനാണ് അവളിപ്പോ എന്തിനെ വിളിച്ചെത്തിയും ചോദിക്കും. അപ്പോഴാണ് ഏറിയുമ്പം ഓ അതൊന്നുമില്ല ചേച്ചി എനിക്കൊരു സംശയമുണ്ട് ഞാൻ മോഡലിംഗ് ചെയ്യുക പക്ഷെ അതേസമയം എനിക്ക് പഠിത്തമുണ്ട് ഞാൻ ഏതാ നോക്കണ്ടേ എന്നിട്ട് ഇവള് മോഡലിംഗ് ചെയ്ത ഫോട്ടോസൊക്കെ ഇപ്പൊ ഊയിന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അതിനകത്ത് ഗീജങ്ങായിട്ടുള്ള ഫോട്ടോ കാണാൻ വേണ്ടിയാ ഏറും കൈ ഫോൺ കൊടുത്തത്. അപ്പോഴാണ് അതേപോലെ ഊയിന് ആ ഫോട്ടോ കണ്ടിട്ട് ഇത് ഗീജനല്ലെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫോട്ടോ അവളാണ്. അപ്പോഴാണ് ഏറിയുമ്പം ഗീജൻ ഇവൾക്കും അറിയാൻ ചോദിക്കും. അങ്ങനെ ഊയിനാണ് ഡ്രോയിങ് ക്ലബ്ബിൽ വെച്ച് അവൾക്ക് പരിചയം എന്ന് പറയുമ്പം ഇതേക്ക് ഏറിയുമ്പോൾ സന്തോഷത്തി എങ്കിൽ പിന്നെ ചേച്ചി നിങ്ങളൊരു സഹായം ചെയ്യാം ഗീജൻ എന്റെ എക്സ് ബോയ് ഫ്രണ്ടാ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ അകന്നു വന്നേ ഉള്ളു എനിക്ക് വീണ്ടും അവൻ്റെ കൂടെ ഒന്നേരാൻ ആഗ്രഹം
അതുകൊണ്ട് എന്നെയും ആ ഡ്രോയിങ് ക്ലബ്ബിൽ നിന്ന് വിളിച്ചോണ്ടാവോ എനിക്ക് ഗീജന്റെ കൂടെ വീണ്ടും പഴയതുപോലെ കപ്പിൾസ് ആയിട്ട് മാറണം എന്നിന് ഇവള് കള്ളം പറയുമ്പം ഇത് കേട്ട് ഊയിനാണ് ഇവിടെ മൊത്തം ഷോക്കായി പോകും. അതിനുശേഷം ഊയിനാണ് ഗീജൻ പറഞ്ഞ കാര്യം ചോക്കും അവൻ ആദ്യമായിട്ട് ഇവളെ സ്നേഹിച്ചതെന്നൊക്കെ. അതൊക്കെ ഓർത്ത് നോക്കി അവൾ വിചാരിക്കും അവൻ പറഞ്ഞ മൊത്തം കള്ളത്തരാണെന്ന്. അതുകൊണ്ട് ആ ദേഷ്യത്തിൽ അവൾ രാത്രി കടന്ന് ഉറങ്ങുമ്പോൾ ചെയ്ത കാര്യം ചോക്കുമ്പോഴാണ് അവനെ ഡേറ്റ് ചെയ്തില്ലെങ്കിലും എന്തിന് എനിക്ക് ദേഷ്യം വരുന്നെന്ന് പറഞ്ഞ് ഇവൾക്ക് മൊത്തത്തെ അസൂയാം. കാരണം ഇവൾക്കും ഗീജനെ ഇഷ്ടമാണ്, അത് അവൾ മനസ്സിലാക്കില്ലെന്നേ ഉള്ളു. അപ്പോഴാണ് മറ്റേ ഏറിയമാണ് ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാനിന്ന് ചോദിച്ചത് വലിയൊരു സംഭവമാണെങ്കിൽ എങ്കിൽ പിന്നെ എന്നെ ക്ഷമിച്ചേക്ക് ചേച്ചി എന്ന് പറഞ്ഞ് അവള് പാവത്തിനെ പോലെ മെസ്സേജ് ഇട്ടേക്കും. അപ്പോഴാണ് ഈ മെസ്സേജ് എൻ്റെ ഊയിനാണ് ഏറിയും പറഞ്ഞ പോലെ അവ രണ്ടിലും ഒന്നേർന്ന അത് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ ഗ്രൂപ്പിൽ ഇവളുടെ ഒരു ഫ്രണ്ടിനെ ഈ ആഴ്ച വിളിച്ചോണ്ടോന്നാട്ടും ചെയ്യിക്കും. അപ്പോഴാണ് അവൾക്ക് ആ സമ്മതം കിട്ടുമ്പം ഏറിനും മെസ്സേജ് അയച്ച് ഈ ആഴ്ച ഇവളെ വിളിച്ചോണ്ട് പോകാൻ പറയും. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഏറിയും ഇപ്പം വന്നേക്കുന്നത്. അങ്ങനെ ഇതെവിടെ പോയി അവസാനിക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം.